നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. LDFിനുള്ള മറുപടിയാണ് AC കനാൽ നവീകരണ ഉദ്ഘാടനമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളിലൂടെ കേരളം ലോകത്തിന് മാതൃകയായെന്ന് കേന്ദ്രമന്ത്രി ഗുലാം നബി ആസാദ്. പ്രൗഢി നശിച്ച ചങ്ങനാശ്ശേരി ജലഗതാഗത ഓഫീസ് ചരിത്രമാകുന്നു. വാർത്തകൾ വിശദമായി. കുട്ടനാട് പാക്കേജ് ശിക്ഷാ പാക്കേജ് ആണെന്ന് പരിഹസിക്കുകയും പാക്കേജ് നടപ്പാക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇടതുപക്ഷത്തിന് AC കനാൽ നവീകരണ ഉദ്ഘാടനത്തിലൂടെ മറുപടി നൽകുകയാണ് UDF സർക്കാർ ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. നിലച്ചുപോയ പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ ആക്കിയത് ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ ഇടപെടലാണെന്നും ഇതിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും UDF സർക്കാരിന്റെയും ആത്മാർത്ഥമായ സഹായം ലഭിച്ചുവെന്നും അക്രമത്തിലൂടെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് രാഷ്ട്രീയ ലാഭം ലക്ഷ്യമാക്കുന്ന CPIM നിലപാട് ആവർത്തിക്കുന്ന കാഴ്ചയാണ് നാട്ടകത്ത് യുവ കേരള യാത്രയ്ക്ക് നേരെയുണ്ടായ അക്രമമെന്നും അരാഷ്ട്രീയവാദത്തിന് കാരണമാകുന്ന ഇത്തരം അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ CPIM തയ്യാറാകണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു. മതേതര യുവത്വം, അക്രമരഹിത സമൂഹം എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവ കേരള യാത്രയ്ക്ക് മാവേലിക്കര ലോക്സഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സജി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PC വിഷ്ണുനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ലതിക സുഭാഷ്, CR മഹേഷ്, G ലീന, CJ ജോസഫ്, MN ചന്ദ്രപ്രകാശ്, G മുകുന്ദൻ പിള്ള, അലക്സ് മാത്യു, K ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ അഭിവൃദ്ധിപ്പെട്ടതായും മാതൃ ശിശു മരണനിരക്ക് കുറച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം ലോകത്തിന് തന്നെ മാതൃകയായെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഗുലാം നബി ആസാദ്. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ 73 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 57 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും നടത്തുകയായിരുന്നു അദ്ദേഹം. മാതൃ മരണനിരക്ക് കുറച്ച് 66-ലെത്തിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ശിശുമരണനിരക്കും ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പല ആവശ്യങ്ങളും അനുഭാവപൂർണ്ണമായി പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. 8,88,000 വരുന്ന രാജ്യത്തെ ആശാ പ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാർ 1000 രൂപ വീതം ഓണറേറിയം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. Infrastructure for 250 seats, but you will have to add extra faculty for 250 seats. I would like to see that in next 2 years. So keeping their request, we will give 3 cancer institutes here in the state of Kerala, 1 state level cancer institute in Trivandrum and 1 tertiary level institute at Kochi, and 3rd in the 3rd region, that is ആലപ്പുഴ മെഡിക്കൽ കോളേജിനായി പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം 150 കോടി രൂപ സഹായം അനുവദിച്ചതായും ജില്ലാ ആശുപത്രികൾ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സബ് സെന്ററുകൾ എന്നിങ്ങനെ 600ഓളം ആരോഗ്യ സ്ഥാപനങ്ങൾ പുതിയതായി നിർമ്മിക്കുകയോ പുനരുദ്ധരിക്കുകയോ ചെയ്തിട്ടുണ്ട്. 20ഓളം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പുതിയതായി ദേശീയ അടിസ്ഥാനത്തിൽ തുടങ്ങും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. രാജ്യത്തെ 39 മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കും. ഇതിൽ 2 കേരളത്തിലായിരിക്കും. നേഴ്സസ് ഹോസ്റ്റലും പോസ്റ്റ്മോർട്ടം കോംപ്ലക്സും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞും ABCD ബ്ലോക്കുകൾ, മെൻസ് ഹോസ്റ്റൽ എന്നിവ G സുധാകരൻ MLAയും ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. PC വിഷ്ണുനാഥ് MLA, ജില്ലാ കളക്ടർ N പത്മകുമാർ, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B സുലേഖ, ജില്ലാ പഞ്ചായത്ത് അംഗം ബിന്ദു ബൈജു, അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിശ്വമ്മ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. 5 വിളക്കിന്റെ നാട്ടിൽ ജലഗതാഗത വകുപ്പിന്റെ ഓഫീസ് അനാഥാവസ്ഥയിൽ. പ്രൗഢിയുടെ പാരമ്പര്യം ചരിത്രമായി. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരും 100 കണക്കിന് ബോട്ട് സർവീസുകളും ഉണ്ടായിരുന്ന ചങ്ങനാശ്ശേരി ജലഗതാഗത വകുപ്പിന്റെ ഓഫീസാണിത്. ഇന്നിവിടെ എത്തിച്ചേരുന്നത് കേവലം 2-3 ബോട്ടുകൾ മാത്രം. ചങ്ങനാശ്ശേരി ജലഗതാഗത വകുപ്പ് ഓഫീസിന്റെ പ്രതാപകാലത്ത് ആയിരക്കണക്കിന് യാത്രക്കാരും 100ലേറെ സർവീസുകളും ഉണ്ടായിരുന്നു. കുട്ടനാടൻ പ്രദേശത്തു നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ ചെറുകിട കർഷകർ ചങ്ങനാശ്ശേരി ചന്തയിലെത്തിച്ചിരുന്നതും കച്ചവടത്തിനായി പലവ്യഞ്ജന സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ വാങ്ങിക്കൊണ്ട് പോയിരുന്നതും ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളെ ദിവസേന എത്ര ബോട്ടുകൾ, ഇന്ന് അതെല്ലാം ചരിത്രമായി. കേവലം 2-3 ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഈ പ്രായ കാലയളവിൽ കൊണ്ട് ഞാനൊരു 12-13 വയസ്സ് വരെ ഞാനിവിടെ വന്ന സമയങ്ങളിൽ അനേക ബോട്ടുകളും അതുപോലെ കേവ് വള്ളങ്ങളൊക്കെ ഇന്ന് ചരിത്രത്തിൽ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ വന്നിരിക്കുക. പക്ഷേ ഇന്നത് ഹൗസ് ബോട്ടുകളായിട്ട് മാറിയിരുന്നു. പക്ഷേ
ഇന്ന് ഇവിടെ അനേക ബോട്ടുകളും വള്ളങ്ങളും വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ കണ്ടില്ലേ ഈ പ്രകൃതി, ഈ ഒരു അവസ്ഥ കണ്ടില്ലേ, പായൽ കയറി എത്രയോ പ്രാവശ്യം ഇത് വാരിക്കളഞ്ഞത്. പക്ഷെ ആ വാരി സൈഡിലിട്ടിട്ട് പോലും അത് മാറ്റാനായിട്ട് ഇവിടുത്തുള്ള ആളുകൾ തയ്യാറാകാറില്ല. പക്ഷേ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കേൾവി കേട്ട ഒരു മാർക്കറ്റാണ്. അതുപോലെ ഈ ബോട്ട് കെട്ടി അനേക ബോട്ടുകൾ വരികയും പോവുക, ആലപ്പുഴ, എറണാകുളം അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ ഇതിവിടെ ബോട്ടുകൾ സഞ്ചാരം നടത്തിയിട്ടുള്ള. പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ ആർക്കും ഇതൊരു അറിവോ അല്ല ഈ കേട്ടറിവ് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. ആലപ്പുഴ, കാവാലം എന്നിവിടങ്ങളിലേക്ക് മാത്രമായി സർവീസുകൾ ചുരുങ്ങി. കുട്ടനാട്ടിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും റോഡ് സൗകര്യം എത്തിയതും റോഡിനായി പണിത പാലങ്ങളുടെ അശാസ്ത്രീയ നിർമ്മാണം നിമിത്തം സർവീസ് ബോട്ടുകൾക്ക് കടന്നുപോകാൻ കഴിയാത്തതും ജലഗതാഗതത്തിന് തടസ്സമായി. ബോട്ടുചാലുകളുടെ ആഴക്കുറവും പോളയും കടകലും തിങ്ങിയതും ജലഗതാഗതം ദുസ്സഹമാക്കി. കോടികൾ മുടക്കി ചങ്ങനാശ്ശേരി ജലഗതാഗത വകുപ്പ് ഓഫീസ് പണിതെങ്കിലും യാത്രക്കാർ എത്താത്തത് തിരിച്ചടിയായിരിക്കുകയാണ്. ജലഗതാഗതത്തിന്റെ അനന്ത സാധ്യതകളെയും അതിലൂടെ ടൂറിസത്തെയും പ്രയോജനപ്പെടുത്തുന്നതിൽ സർക്കാരും ജലഗതാഗത വകുപ്പും പരാജയപ്പെട്ടു എന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. പോള കയറി തെങ്ങിയ ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിൽ ഒരു ബോട്ട് എടുക്കുന്നതും കാത്ത് ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം KCV വാർത്തകൾക്ക് വേണ്ടി ഹരീഷ് കൃഷ്ണൻ. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ 2013-2014 വർഷത്തെ നികുതി പിരിവ് ക്യാമ്പുകൾ ജനുവരി 10, 13, 16, 17, 18 തീയതികളിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടക്കുമെന്ന് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിന്റെ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് നടക്കുന്ന ഗോൾഡൻ മെഡി ഫെസ്റ്റിന്റെ കോർ കമ്മിറ്റി ജനുവരി 11 രാവിലെ 10 ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ സ്വാഗത സംഘം ഓഫീസിൽ ചേരും. കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ, G സുധാകരൻ MLA തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് കമ്മിറ്റി. തണൽ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ധനസഹായത്തിന് അപേക്ഷിച്ചിട്ട് ഇതുവരെ ബാങ്ക് മുഖേന ധനസഹായം ലഭിക്കാത്തവർ ജനുവരി 15 ആലപ്പുഴ ESI ജംഗ്ഷന് തെക്കുവശമുള്ള മത്സ്യ ബോർഡിന്റെ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെടണം. ഫിഷറീസ് ഓഫീസിൽ ഇതിനായി അപേക്ഷ സമർപ്പിച്ചവർ പരാതിപ്പെടേണ്ട. പരാതി സമർപ്പിക്കുന്നവർ 2013 ഡിസംബർ 31 വരെയുള്ള ഇടപാടുകൾ പതിപ്പിച്ച പാസ്ബുക്ക്, ബാങ്ക് പാസ്ബുക്ക് എന്നിവ കൊണ്ടുവരണം. കുട്ടനാട്ടിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 10 CPIയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ ഉപവാസ സമരം സംഘടിപ്പിക്കും. കിടങ്ങറ ജല അതോറിറ്റി ഓഫീസിന് മുമ്പിൽ നടക്കുന്ന ഉപവാസ സമരം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുതറ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈകുന്നേരം കിടങ്ങറ ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ നടക്കുന്ന സമാപന സമ്മേളനം P തിലോത്തമൻ MLA ഉദ്ഘാടനം ചെയ്യും. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജയകുമാർ, KV ജയപ്രകാശ്, PG സലീംകുമാർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സമരസമിതി പ്രസിഡന്റ് K ഗോപിനാഥൻ, സെക്രട്ടറി മുട്ടാർ ഗോപാലകൃഷ്ണൻ എന്നിവർ KCV ന്യൂസിനോട് പറഞ്ഞു. കുട്ടനാട്ടിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നീലേറ്റുപുറത്ത് സ്ഥാപിച്ച ട്രീറ്റ്മെന്റ് പ്ലാന്റ് ട്രയൽ റൺ നടത്തിയെങ്കിലും 2 മാസം പിന്നിട്ടിട്ട് പോലും കുട്ടനാട്ടിൽ വെള്ളമെത്തിക്കുവാൻ ആവശ്യമായ പൈപ്പുകൾ ധനകാര്യ കമ്മീഷന്റെ ചുമതലയിൽ 150 കോടി രൂപയുടെ പൈപ്പ് നൽകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു പൈസ പോലും ഇക്കാര്യത്തിൽ നൽകിയില്ല. തുടർന്ന് 70 കോടി രൂപയുടെ പൈപ്പ് നൽകുമെന്ന് പറഞ്ഞു. ഇപ്പോഴും അത് ജലരേഖയായി നിൽക്കുന്നു. കുട്ടനാട്ടിൽ അടിയന്തരമായി കുടിവെള്ളം എത്തിക്കുവാൻ ആവശ്യമായ പൈപ്പ് കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം. ഇപ്പോൾ പാടശേഖരങ്ങളിൽ നിന്ന് വമിക്കുന്ന പമ്പ് ചെയ്യുന്ന വിഷം നിറഞ്ഞ വെള്ളമാണ് ആളുകൾ കുടിക്കുന്നത്. പല പഞ്ചായത്തുകളിലും നോക്കുകുത്തിയായി ഇന്ന് വാട്ടർ ടാങ്കുകൾ നിലകൊള്ളുന്നു. കുട്ടനാട്ടിലെ അതിരൂക്ഷമായ വെള്ളക്ഷാമം മൂലം പല പഞ്ചായത്തുകളും പണം കൊടുത്ത് വെള്ളം വാങ്ങിക്കുന്ന സ്ഥിതിയാണ് കുട്ടനാടിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പ്രാകൃതമായി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് വെള്ളം കൊടുക്കുന്ന ഈ കുട്ടനാട്ടിൽ അടിയന്തരമായി വെള്ളം എത്തിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വിദ്യാഭ്യാസ വായ്പ നിരസിച്ചത് സംബന്ധിച്ച് ഇതുവരെ 190 പരാതികൾ ലഭിച്ചതായും ഇതിൽ 133 പരാതികളും ജില്ലാ ഭരണകൂടം ഇടപെട്ട് പരിഹരിച്ചതായും പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് പറഞ്ഞു. വിദ്യാഭ്യാസ വായ്പകൾ നിരസിക്കുന്നത് സംബന്ധിച്ച് പരാതികൾ ചർച്ച ചെയ്യുന്നതിന് ചേർന്ന ജില്ലാതല പരാതി പരിഹാര സെല്ലിന്റെ പ്രത്യേക യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് പാക്കേജ് കാർഷിക യന്ത്രവൽക്കരണ പരിശീലന പരിപാടിയുടെ ഭാഗമായി കോട്ടയം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നടക്കുന്ന പരിശീലന പരിപാടിക്ക് അപേക്ഷിക്കാം. നൂതന കാർഷിക യന്ത്രങ്ങളിലും ഉപകരണങ്ങളിലുമുള്ള 21 ദിവസത്തെ പ്രായോഗിക പരിശീലന പരിപാടിയാണിത്. 8ാം ക്ലാസ്സിൽ കുറയാത്ത വിദ്യാഭ്യാസ യോഗ്യതയുള്ള കോട്ടയം ജില്ലയിലെ കർഷക തൊഴിലാളി തൊഴിൽ രഹിതർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആലപ്പുഴ റവന്യൂ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ ആറന്മുള ശൈലിയിൽ മാത്രം ജഡ്ജിമാർ വിധി നിർണ്ണയം നടത്തിയതുമൂലം കുട്ടനാടൻ ശൈലിയിൽ പാടിയ പാട്ടുകൾ പരാജയപ്പെട്ടതിൽ കേരള വഞ്ചിപ്പാട്ട് സംഘം പ്രതിഷേധം രേഖപ്പെടുത്തി. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. ഈ വർഷത്തെ പൾസ് പോളിയോ പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ആദ്യഘട്ടം ജനുവരി 19 നടക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് അറിയിച്ചു. പോളിയോ തുള്ളിമരുന്ന് വിതരണ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് വനം ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജനുവരി 9 കോട്ടയം ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടത്താനുള്ള യോഗം ജനുവരി 13 മാറ്റിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ വിപ്ലവകാരിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നുവെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സർഗക്ഷേത്ര കലാ സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച രാജ്യാന്തര സ്റ്റാമ്പ് നാണയ പതാക പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരുട്ടിൽ തപ്പുന്ന ഒരു ജനതയെ വിദ്യാഭ്യാസത്തിലൂടെ പരിവർത്തനമുണ്ടാക്കാൻ ചാവറയച്ചന് കഴിഞ്ഞുവെന്നും പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിച്ചതിലൂടെ ദേവാലയത്തിന്റെ വിശുദ്ധി സ്കൂളുകൾക്ക് ലഭിച്ചുവെന്നും PJ കുര്യൻ പറഞ്ഞു. അച്ഛനൊരു വിശുദ്ധനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതിനേക്കാൾ ഉപരി അച്ഛനൊരു വിപ്ലവകാരിയായിരുന്നു. അച്ഛനൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. വിപ്ലവകാരി എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. വിപ്ലവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കുക, കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നവരാണ്. അതല്ല വിപ്ലവം. വിപ്ലവം എന്ന് പറയുന്നത് സാമൂഹ്യമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്, പരിവർത്തനം ഉണ്ടാക്കുന്നതാണ്. ആ വിദ്യാഭ്യാസം അതുവരെ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. ഉള്ളി സവർണർക്ക് മാത്രം ആയിരുന്നു വിദ്യാഭ്യാസം അന്ന് അനുവദിച്ചിരുന്നത്. ആ നിഷേധിക്കപ്പെട്ട ജനസമൂഹത്തിനു വേണ്ടി വിദ്യാലയത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് വിദ്യാലയത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. സവർണനെയും അവർണനെയും, കറുത്തവനെയും വെളുത്തവനെയും ഒരുമിച്ചിരുത്തി വിദ്യാഭ്യാസം നടത്തി. അവർ തമ്മിലുള്ള അന്തരമില്ല, രണ്ടും ഒന്നാണ്, യഥാർത്ഥ മനുഷ്യരാണ് എന്ന് കാണിച്ചു കൊടുത്തു. CF തോമസ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ആന്റണി ഇളംതോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്മിത ജയകുമാർ, ഫാദർ തോമസ് ചേന്നാട്ടുശ്ശേരി, മാത്യു ജോസ്, ലാലിമ ടോമി, PJ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ, പദ്ധതി പ്രവർത്തനങ്ങൾ എന്നിവ അവലോകനം ചെയ്യുന്നതിന് ജില്ലാ വികസന സമിതി ജനുവരി 25 രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. മുന്നൊരുക്ക യോഗം രാവിലെ 10:30 കളക്ടർ ചേംബറിൽ നടക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നൽകുന്ന വിവിധ വായ്പകളുടെ വരുമാന പരിധി വർദ്ധിപ്പിച്ചതായി കോർപ്പറേഷൻ കോട്ടയം ജില്ലാ മാനേജർ അറിയിച്ചു.
ബെനിഫിഷ്യറി ഓഡിറ്റ് വായ്പ, പ്രൊഫഷണൽ സർവീസ് സ്കീം, വിദേശ തൊഴിൽ വായ്പ, വിദ്യാഭ്യാസ വായ്പ, ഓട്ടോറിക്ഷ വായ്പ, കമ്പ്യൂട്ടർ വായ്പ തുടങ്ങിയവയ്ക്കുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3,50,000 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. വായ്പ ആവശ്യമുള്ള 18-നും 50-നും മധ്യ പ്രായമുള്ള പട്ടികജാതിക്കാർ അപേക്ഷാ ഫോറത്തിനും മറ്റ് വിവരങ്ങൾക്കുമായി നാഗമ്പടത്തുള്ള ജില്ലാ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെടണം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 2013-14 വാർഷിക പദ്ധതി പ്രകാരം 10 അംഗങ്ങൾ അടങ്ങുന്ന 4 വനിതാ ഗ്രൂപ്പുകൾക്ക് ആഭരണ നിർമ്മാണ പരിശീലനം നൽകുന്നു. വാർഷിക കുടുംബ വരുമാനം 25,000 രൂപയിൽ താഴെയായിരിക്കണം. അംഗങ്ങൾ 18 വയസ്സ് പൂർത്തിയായവരും ഗ്രൂപ്പിന് ഗ്രേഡിംഗ് ലഭിച്ചതുമാകണം. അംഗങ്ങൾ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം സർക്കാർ സബ്സിഡികളിൽ ലഭിച്ചവരാകരുത്. വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കാനും പ്രശ്നമേഖലകൾ കണ്ടെത്താനും വാട്ടർ അതോറിറ്റി, ഭൂജല വകുപ്പ്, പഞ്ചായത്ത്, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സംയുക്ത പരിശോധന നടത്താനും ജില്ലാ കളക്ടർ എൻ പത്മകുമാർ നിർദ്ദേശം നൽകി. ചങ്ങനാശ്ശേരി SB കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദ്വിദിന നാഷണൽ സെമിനാർ സി ബാലഗോപാൽ IAS ഉദ്ഘാടനം ചെയ്തു. SB കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ടോമി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ജേക്കബ് തോമസ്, പ്രൊഫസർ ഡോക്ടർ K ശ്രീരംഗനാഥൻ, മാത്യു ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു. വെള്ളിയാഴ്ച സെമിനാർ സമാപിക്കും. As Louis Pasteur said, chance handed down in classrooms as though it is revealed wisdom. It's perfect and which cannot be changed. But knowledge, my friends, that is a complete antithesis of what knowledge is. Knowledge is a work in progress. Knowledge progresses by questioning and contradicting whatever exists today. So, while one should have a proper reverence for the process of learning and overdue reverence for what's in the books is going to actually defeat the purpose of knowledge. So we must learn to question, we must not be afraid to question. Educational institutions and teachers must encourage questioning and not feel threatened by every time a student raises his hand, they should not feel this guy is going to stand up and expose my ignorance. സംസ്ഥാന ഹോർട്ടികൾച്ചറൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ അങ്കണത്തിലെ സ്റ്റാളിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിലക്കുറവിൽ ലഭിക്കുമെന്ന് റീജിയണൽ മാനേജർ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കൊപ്പം പൊതുജനങ്ങൾക്കും ഈ സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിലാണ് പച്ചക്കറികൾ ലഭ്യമാകുന്നത്. ശബരിമല മകരവിളക്കിനോട് അനുബന്ധിച്ച് ലീഗൽ മെട്രോളജി റെയ്ഡുകൾ ശക്തമാക്കി. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, ഔട്ടർ പമ്പ എന്നിവിടങ്ങളിൽ ഈ സീസണിൽ ജനുവരി 7 വരെ നടത്തിയ പരിശോധനകളിൽ 790 കേസുകളിലായി 23.85 ലക്ഷം രൂപ പിഴ ഈടാക്കിയതായി ഫ്ലൈയിംഗ് സ്ക്വാഡ് അസിസ്റ്റന്റ് കൺട്രോളർ അറിയിച്ചു. ശബരിമല മകരവിളക്ക് പ്രമാണിച്ച് അയ്യപ്പ ഭക്തരുടെയും പൊന്നമ്പലം മേടിന്റെയും സുരക്ഷ കണക്കിലെടുത്ത് ആങ്ങാമൂഴി കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴി ഗവിയിലേക്ക് ജനുവരി 11 മുതൽ 15 വരെ വിനോദസഞ്ചാരികളെ കടത്തിവിടുന്നതല്ലെന്ന് റാന്നി DFO അറിയിച്ചു. ഇനി ചരമവാർത്തകൾ. വേഴപ്ര സെറ്റിൽമെന്റ് കോളനി നമ്പർ 150 ദേവസ്യ ഫ്രാൻസിസ് നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചിങ്ങവനം പാത്താമുട്ടം തെക്കേക്കര വീട്ടിൽ മോളി ജോൺ നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പൂളങ്കുന്ന് കായൽപ്പുറം കോയിത്തറ വീട്ടിൽ രക്തമ്മ ഗോവിന്ദൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുട്ടാർ പുത്തൻപറമ്പിൽ P ശിവരാമൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10-ന് 9-ാം നമ്പർ SNDP ശ്മശാനത്തിൽ. 24,000 കായൽച്ചിറ താന്നിച്ചിറ രാജമ്മ നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുന്നക്കുന്നം പുളുങ്ങുന്നു കൈതക്കളത്തിൽ ജോയിച്ചൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 3-ന് കുടമാളൂർ ദേവാലയ കുടുംബക്കല്ലറി. പ്രധാന വാർത്തകൾ വീണ്ടും. LDFനുള്ള മറുപടിയാണ് AC കനാൽ നവീകരണ ഉദ്ഘാടനമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങളിലൂടെ കേരളം ലോകത്തിന് മാതൃകയായെന്ന് കേന്ദ്രമന്ത്രി ഗുലാം നബി ആസാദ്. പ്രൗഢി നശിച്ച ചങ്ങനാശ്ശേരി ജലഗതാഗത ഓഫീസ് ചരിത്രമാകുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.